പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കടക്കുന്നു. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത ഗച്ഛതി. നിജം എന്നുള്ളതിന് ദിനം പ്രതി ദിനം തോറും നമ്മുടെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിജം. എന്നും നമ്മുടെ ഉള്ളിൽ സല്ലപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഒരു നിമിഷം, ഇത് വേണോ വേണ്ടേ? അത് നിജമാണ്. വളരെ നേരിയൊരു ശബ്ദമേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ശബ്ദം തന്നെ മൊഴി തന്നെ ഉണ്ടാവണമെന്നില്ല. അത്ര മാധുര്യത്തോടു കൂടിയുള്ള ഒരു സംഗീതമാണ്. അതാണ് മെലഡി എന്ന് പറയുന്നത്. മെലഡി എന്നാൽ വാക്ചാതുരി വേണമെന്ന് നിർബന്ധമില്ല. വാക്കുകളും ലയങ്ങളും താളങ്ങളും എല്ലാം ചേരുന്നതാണ് മെലഡി. ഒരു ഒഴുക്കാണ്. വിനിർഭത്സിത കച്ഛപി. അമ്മ മൂകാംബികയുടെ സരസ്വതി ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ വീണയാണ് കച്ഛപി എന്ന് പറയുന്നത്. അപ്പം കച്ഛപി വീണ വാദന എന്നാണ് പറയുന്നത് അല്ലേ? വീണ വായിക്കുന്നു, വീണ പ്ലെയർ എന്നാണ്. അപ്പോൾ പ്ലെയർ എന്ന് വരുമ്പോൾ അമ്മ ഇവിടെ എത്തി, ലളിത. ഓരോ സ്വരങ്ങളും ആഴത്തിൽ മീട്ടുന്നത് ഉള്ളിലിരുന്നാണ്. ആ കച്ഛപി ഫ്ലോയിങ് മെലഡി. മെലഡി എന്നാൽ സംഗമിക്കലാണ്. സകല ഭാവങ്ങളുടെയും വിചാരങ്ങളുടെയും ദുഷ്ടുകളുടെയും ഇഷ്ടങ്ങളുടെയും എല്ലാം ഒരു സംഗമിക്കൽ മനസ്സിനുള്ളിൽ ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഓരോരോ സിരകളിലൂടെയും. അതാണ് പറയുന്നത്. അപ്പം എന്തിനാണ് വീണ ഇവിടെ പ്രതിപാദിച്ചതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രൂത്ത്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് വിസ്ഡം. അത് നമ്മളെയും കൂടി ചേർത്താണ് പറയുന്നത്. അമ്മയുടെ കയ്യിലുള്ള വെറുമൊരു ഉപകരണമാണ് നമ്മളിലൂടെ അമ്മ ആ സ്വരങ്ങൾ മെലോഡിയസായി വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അമ്മയുടെ ഇച്ഛ. അപ്പോൾ അതാണ് അടുത്ത വരി. മന്ദസ്മിത പ്രഭാപൂര മജ്ജത്കാമേശ മാനസ. മന്ദസ്മിതം അമ്മയുടെ മുഖം, അതായത് ഫേസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻ്റ്, നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ മുഖമായി മന്ദസ്മിതമാണ്. ജെൻറ്റിൽ സ്മൈൽ. എപ്പോഴും ആ ചിരി ഉണ്ടാവും. കാരണം പ്ലേഫുള്ളാണ്, ലളിതയാണ്. അപ്പോൾ ചിരി എന്തായാലും ഉണ്ടാവും. മന്ദസ്മിത പ്രഭാപൂര. പ്രഭ ഇലുമിനസ് ലൈറ്റിൻ്റെ ഒരു പൂരം, കൂട്ടം, അതൊരർത്ഥം. ഒഴുക്ക് എന്നുള്ളൊരർത്ഥവുമുണ്ട്. ഉള്ളിലുള്ള ആ പ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ ഒഴുക്ക്. പ്രഭാപൂര. മജ്ജത് എന്നാൽ നിമഞ്ജനം ചെയ്യുന്നത്. ബോയിങ് ഡൗൺ. എന്തിനെയാണ് ബോഡൗൺ ചെയ്യുന്നത്? ആരാണ് ബോഡൗൺ ചെയ്യുന്നത്? മജ്ജത് കാമേശ മാനസ. കാമേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാമങ്ങളുടെ ഈശൻ, ശ്രീപരമേശ്വരൻ, മഹാദേവൻ. ഇവിടെ കാമങ്ങളുടെ ഈശൻ എന്നാണ് പറയുന്നത്. അതായത് ഡിസയേഴ്സ്, നമ്മളുള്ളിൽ ഓരോ നിമിഷവും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡിസയേഴ്സ്, ആഗ്രഹങ്ങളുടെ, ദുരാഗ്രഹങ്ങളുടെ, അത്യാഗ്രഹങ്ങളുടെ എല്ലാം ഈശനായ മഹാദേവനെ ഇവിടെ സൂചിപ്പിക്കുന്നതിന് കാരണം എന്താണ്? മാനസത്തിൽ. മാനസ പൂജ എന്ന് പറയുന്നത് അങ്ങനെയാണ് നിമഞ്ജനം ചെയ്യുന്നത്. അതായത് ആ മഹേശൻ ഇമേഴ്സീവായിട്ട് മാറുന്നു. അതായത് അലിഞ്ഞു ചേരുന്നു. എങ്ങനെ? സത്യത്തിലൂടെ അലിഞ്ഞു ചേരുന്നു. അതാണ് ഇമേഴ്സിങ് ഇൻ ദ ട്രൂത്ത്. ശ്രീപരമേശ്വരൻ തൻ്റെ കാമങ്ങളെയെല്ലാം നിമജ്ജനം ചെയ്ത് എപ്രകാരമടങ്ങിയോ അതേപോലെ നമ്മളും ഇമേഴ്സീവ് ഇൻ ദ ഡീപ്പസ്റ്റ് ട്രൂത്ത്. നമ്മളും അപ്രകാരം അമ്മയിലേക്ക് ഇമേഴ്സീവ് ആകുന്നു. അതാണ് ഈ വരി. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത ഗച്ഛപി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.